നമസ്കാരം. ആദ്യം ഒരു വിഷയത്തിൽ നിങ്ങളൊന്ന് സെറ്റാവ്, എന്നിട്ട് നാട്ടുകാരെ നന്നാക്കാൻ നോക്ക്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഒന്ന് പറയുന്നു, MLA അതിനെ തള്ളുന്നു, എന്നിട്ട് തലമൂത്ത നേതാവ് അതിനെ തിരുത്തുന്നു. ഇപ്പൊ കൺഫ്യൂഷൻ ആയല്ലോ. മുനമ്പം വിഷയത്തിൽ UDF രണ്ടും രണ്ട് തട്ടിലാണ്. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രസ്താവന തള്ളി മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി രംഗത്തെത്തി. പിന്നാലെ ഷാജിയെ തിരുത്തി ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയും വന്നു. ഇനി ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന നമ്മളെ തിരുത്താൻ ആര് വരും? മലപ്പുറം പെരുവള്ളൂരിൽ ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിലാണ് ഷാജി സതീശനെ തള്ളി പറഞ്ഞത്. മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയാണ്. വഖഫ് ചെയ്തതിന് രേഖകൾ ഉണ്ടെന്നും വഖഫ് ഭൂമി അല്ലെന്നും പറയാൻ ഫറൂഖ് കോളേജിന് എന്ത് അധികാരമാണ് ഉള്ളതെന്നും KM ഷാജി ചോദിച്ചു. വഖഫ് ഭൂമി ആരാണ് വിട്ടുകൊടുത്തതെന്ന് കണ്ടെത്തണം. മുനമ്പത്ത് ഭൂമി വാങ്ങിയ പാവപ്പെട്ടവരല്ല യഥാർത്ഥ പ്രതികളെന്നും വഖഫ് വിറ്റത് ആരാണെന്നാണ് സർക്കാർ കണ്ടെത്തേണ്ടതെന്നും ഷാജി പറഞ്ഞു. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്ന VD സതീശന്റെ അഭിപ്രായമല്ല മുസ്ലിം ലീഗിനെന്നും സർക്കാരാണ് ഭൂമി തിരിമറി അന്വേഷിക്കേണ്ടതെന്നും KM ഷാജി പറഞ്ഞു. ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായമല്ല ലീഗിനെന്നും ഷാജി തുറന്നടിച്ചു. അപ്പോ കുഞ്ഞാലിക്കുട്ടി എന്ത് ചെയ്യുന്നു? കോഴിക്കോട് മാധ്യമങ്ങളെ കണ്ട കുഞ്ഞാലിക്കുട്ടി ഷാജിയെ തിരുത്തി. മുനമ്പം ഭൂമി വിഷയത്തിൽ ലീഗിന്റെ നിലപാട് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നും അതിനപ്പുറം മറ്റൊരു നിലപാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുനമ്പം ചെറിയൊരു വിഷയമായി ലീഗ് കാണുന്നില്ല. തങ്ങൾ റോമിൽ പോയി മാർപ്പാപ്പയെ കണ്ടതിൽ നിന്ന് ഇത് വ്യക്തമാണ്. മുനമ്പത്തിന്റെ പേരിൽ സാമുദായിക സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ ആരും പോയി പാർട്ടി ആകേണ്ടതില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്ന VD സതീശന്റെ പ്രസ്താവനയ്ക്കെതിരെ വലിയ വിമർശനമാണ് മുസ്ലിം സംഘടനയിൽ നിന്നും ഉണ്ടായത്. പക്ഷേ സതീശനെ തള്ളാൻ ലീഗ് നേതൃത്വം തയ്യാറായില്ല. അതിനുള്ള ഭിന്നതയാണ് ഷാജിയുടെ വാക്കുകളിലൂടെ പുറത്തു വന്നത്. ചുരുക്കത്തിൽ ഒരു കാര്യത്തിലും ലീഗും കോൺഗ്രസും തമ്മിൽ പൊരുത്തപ്പെട്ട് പോകില്ല. UDF എന്ന ലേബലിൽ രണ്ടു പേർക്കും വോട്ട് പിടിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രം തോളിൽ കൈയിട്ട് നടക്കും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പാലും വെള്ളവും രണ്ടും രണ്ടാകും.